നമസ്കാരം. ഞാൻ VB ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആളുകളുടെ സംശയമാണ്. ആ സംശയം അങ്ങോട്ട് തീരുന്നില്ല. സംശയം, വീട്ടിൽ വരവുണ്ട്, പക്ഷേ ചെലവ് ഭയങ്കരമാണ്. വരവൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പല വരുമാന സ്രോതസ്സുണ്ട്, പക്ഷേ പൈസ കയ്യിലങ്ങോട്ട് നിൽക്കുന്നില്ല. എന്താണ് അതിന് കാരണം? അത് നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ ഈ ഒരു പരാതി വേഗം പരിഹരിക്കാൻ കഴിയും. ഇപ്പോൾ വീട് വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയ്ക്കും ഇതിനകം തന്നെ വീട് വെച്ച് പോയ ആളുകളുടെ ശ്രദ്ധയ്ക്കും പറയുകയാണ്. പ്രധാനമായും 2 കാര്യം നോക്കിയാൽ ഈ ഒരു പരാതിക്ക് പരിഹാരം ഉണ്ടാവും. നമ്മുടെ വീടുകളിൽ പോകുമ്പോൾ വീട്ടുകളിലൊരു വലിയ വിഭാഗം ആളുകൾ പറയുന്നതാണ് ചെലവ്, അമിത ചെലവ്. നമ്മൾ വീട് വയ്ക്കുമ്പോഴും നമ്മൾ അവൽ താമസിക്കുമ്പോഴും നമുക്കുണ്ടാകുന്ന ഇഫക്റ്റുകളാണല്ലോ വാസ്തുവിൻ്റെ ദോഷമെന്നോ അല്ലെങ്കിൽ വാസ്തുവിൻ്റെ നല്ലതെന്നോ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ആ നല്ലതും ആ മോശങ്ങളും ആളുകളെ ബാധിക്കുമ്പോഴാണ് വാസ്തു ആളുകളിലേക്ക് വന്നു തുടങ്ങുക. ചില വാസ്തുക്കളാണെങ്കിൽ വേഗം ബാധിക്കും, ചിലതാണെങ്കിൽ പതുക്കെ ബാധിക്കുകയുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ, വരുമാനം വരുന്നത്, ഒരു വീട് വെച്ച് കഴിഞ്ഞ് വരുമാനത്തിൻ്റെ ഒരു സ്രോതസ്സ് നമ്മളിലേക്ക് തുറന്നു വരാൻ ഒരുപക്ഷെ ചില നോർമൽ അവസ്ഥ ഒരു 3-4 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ പൂർണ്ണമായി അതിൻ്റെ ഒരു അവസ്ഥയുണ്ടാകും. ചില വീടുകളിൽ നേരത്തെ വരാറുണ്ട്. എന്നാൽ ഒരു 80% വീടുകളിലും ഈ വരവ് കറക്റ്റ് ഒരു സ്ഥിരത വേണമെങ്കിൽ ഒരു 3-4 കൊല്ലം കഴിയണം. മറിച്ച് ചിലവാണെങ്കിൽ താമസിക്കുന്നതിൻ്റെ അടുത്ത ദിവസം മുതൽ ആരംഭിക്കുകയും ചെയ്യും. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രധാനമായും 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, നമ്മുടെ വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വഴി വന്നിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വഴി വന്നിട്ടുണ്ടെങ്കിൽ ചിലവ് കൂടും. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് വഴി വന്നിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഒഴിവാക്കുന്നതിനെ പറ്റി ആലോചിക്കുക. ആ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തെ വഴി ഒഴിവാക്കിയിട്ട് നേരെ വടക്ക് നിന്നോ നേരെ പടിഞ്ഞാറ് നിന്നോ ഒക്കെ വഴി വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് തെക്ക് കിഴക്ക് ഭാഗം. തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് വഴി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ അമിത ചെലവുണ്ടാകും. തെക്ക് കിഴക്ക് ഭാഗത്തും വഴിയുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. ഈ 2 വശത്തെ വഴി കൂടാതെ തന്നെ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് നിർമ്മാണ വൈകല്യങ്ങളുണ്ടായാൽ, വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും നിർമ്മാണ വൈകല്യം ഉണ്ടായാൽ, അപ്പോൾ ഞാനീ പറയുന്ന ഫാക്ട് ശ്രദ്ധിക്കേണ്ട, ഈ 2 വശത്തിന് വലിയ പ്രാമുഖ്യമുണ്ട്. വടക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് കിഴക്ക് ഭാഗവും. അപ്പോൾ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും വീടിൻ്റെ നിർമ്മാണത്തിൽ വന്നുള്ള പോരായികൾ: 1, തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിൽ വരിക, അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന വാതിൽ വരിക. 2, അവിടെ സിറ്റൗട്ട് വന്ന് കയറുക. തെക്ക് കിഴക്കോ വടക്ക് പടിഞ്ഞാറോ സിറ്റൗട്ട് വന്ന് കയറിയാലും ഇതേ അവസ്ഥയുണ്ടാകും, ചിലവ് കൂടും. പിന്നെയും ഈ വശങ്ങളിൽ തന്നെ നമുക്ക് നിന്ന് നോക്കാം. തെക്ക് പടിഞ്ഞാറ് ഭാഗം, വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് നിങ്ങളുടെ വീട്ടിൽ ഉയർന്നിരിക്കുന്നതെങ്കിൽ, വീടിൻ്റെ തെക്ക് പടിഞ്ഞാറല്ല, വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ഉയർന്നിരിക്കുന്നതെങ്കിൽ, വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗമാണ് ഉയർന്നിരിക്കുന്നതെങ്കിൽ, അഥവാ ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ ആണ് നിങ്ങളുടെ വാട്ടർ ടാങ്ക് ഇരിക്കുന്നതെങ്കിൽ ചിലവ് കൂടും, ഉറപ്പാണ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ വേറെയുണ്ട്. വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് ഈ വാർപ്പ് വന്നപ്പോൾ ഒരു കോടി വന്ന് തള്ളി നിൽക്കുന്നു. വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വാർത്ത് വന്നപ്പോൾ ഒരു കോടി വന്ന് തള്ളി നിൽക്കുന്നു. അത് വാർത്ത് വന്നപ്പോൾ ആ ഭാഗം മാത്രം തള്ളി ഒരു ഫാഷൻ പോലെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ചിലവുണ്ടാകും. ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഗൗരവപൂർവ്വം പരിഗണിച്ചാൽ
നിങ്ങളുടെ വീട്ടിൽ ഈ കാര്യം വരില്ല. അമിത ചിലവ് ഉണ്ടാകുന്നത് പൂർണ്ണമായും തടയാൻ നിങ്ങൾക്ക് കഴിയും. ഒപ്പം പുതുതായിട്ട് വീട് വെക്കുന്ന ആളുകൾ വളരെ കണ്ണിങ് ആയിട്ട് നിങ്ങളുടെ വാട്ടർ ടാങ്കുകൾ വടക്ക് പടിഞ്ഞാറോ തെക്ക് കിഴക്കോ വരാതെ നോക്കണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾ കർശനമായി നിങ്ങളുടെ വീട് പണിയുന്ന ആളുകളുടെ പറയണം, ഇവിടെ വാട്ടർ ടാങ്ക് വെച്ചുകൂടാ, ഈ ഭാഗങ്ങൾ തള്ളിയെടുത്തുകൂടാ, ഈ വീടിൻ്റെ ആ വശങ്ങളിൽ സിറ്റൗട്ട് വന്ന് കയറിക്കൂടാ, അല്ലെങ്കിൽ വഴി വന്ന് കയറിക്കൂടാ ഇത്യാദി കാര്യങ്ങളെ നിങ്ങൾ നല്ല ഒരു ബോധത്തോടു കൂടി നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ വീട്ടിലുണ്ടാകുന്ന അമിത ചെലവിനെ പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും. പിന്നെയുണ്ട് ഈ പറയുന്ന ഫാക്റ്റ് ഈ ചെലവിനേക്കാൾ ഉപരി പിന്നെയുണ്ട് ഈ രണ്ട് വശത്തും ഉണ്ടാകുന്ന വൈകല്യങ്ങൾ നിങ്ങളുടെ മക്കളെ കൂടിയാണ് ബാധിക്കുന്നത്. ഞാൻ പ്രത്യേകം വീഡിയോ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ പ്രത്യേകം പറയാത്തതാണത്. ഈ രണ്ട് വശത്തുമുള്ള നിർമ്മാണ വൈകല്യങ്ങൾ ചെലവിനെ കൂട്ടുന്നു എന്ന് മാത്രമല്ല നിങ്ങളുടെ മക്കളുടെ പക്ഷത്തെ വളരെ ദുർബലപ്പെടുത്താനും അത് ഇടയാക്കും. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുള്ളത്, വരവിനെ പറ്റി പറയുകയാണ്. വരവിനെ പറ്റി പറയുമ്പോൾ ചിലവിനെ പറ്റി പറഞ്ഞു. വരവ് അതുപോലെ നിലനിർത്തണമെങ്കിൽ യാതൊരു കാരണവശാലും കിഴക്ക് അതുപോലെ തന്നെ വടക്ക് കിഴക്ക് ഭാഗങ്ങൾ മുറിഞ്ഞു പോകരുത്. ഒരുപാട് വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗം മുറിഞ്ഞു പോയിട്ടുണ്ട്. ഒരുപാട് വീടുകളിൽ കിഴക്ക് ഭാഗം മുറിഞ്ഞിട്ടുണ്ട്. ഈ വടക്കും കിഴക്കും മുറിയുമ്പോൾ ഈ ചെലവ് പോലെ മറ്റൊരു ദോഷമാണ് വരവ് കുറയും, വരുമാനം കുറയും. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗം മുറിയാതെ നോക്കുക കൂടി ചെയ്യേണ്ടത് ഈ വിജ്ഞാനത്തിനൊപ്പം ചേർത്ത് നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്. ഇതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ചിലവ് കൂടുതലുണ്ടോയെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ പരിശോധിക്കാം. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പരിശോധിച്ച് നിങ്ങളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇത് വിശ്വസിക്കാവൂ. എങ്ങനെയൊക്കെ അമിത ചെലവ് വീട്ടിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ വേഗം നിങ്ങളത് മാറ്റുക. ഈ ദോഷം മാറ്റിയെടുത്ത് വളരെ വേഗം നിങ്ങളുടെ അമിതമായി ചിലവായി പോകുന്ന പണത്തെ നിങ്ങളുടെ വീട്ടിൽ നിലനിർത്തുക. നിങ്ങളുടെ അടുത്ത തലമുറ മക്കളുടെ പക്ഷത്തെ നല്ല സുരക്ഷ കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക. അടുത്തൊരു വീഡിയോയിൽ വരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.